ഹലോ, ഇന്നത്തെ വീഡിയോ ലഞ്ചിനും ഡിന്നറിനും ഒക്കെ പറ്റിയ ഒരു സോയാ ഗ്രീൻ റൈസിൻ്റെയാണ്. എങ്ങനെ ഉണ്ടാക്കുകയെന്ന് നോക്കിയാലോ. ഇപ്പോൾ വേണ്ട ഇൻഗ്രീഡിയൻസ്: 1 കപ്പ് സോയാ ചങ്ക്സ് 10 മിനിറ്റ് തിളച്ച വെള്ളത്തിൽ കുതിർത്തത്, പിന്നെ 1 കപ്പ് കഴുകിയ ബസ്മതി റൈസ്, ജീരകശാലയായാലും കുഴപ്പമില്ല, ഒരു വലിയ തക്കാളിയുടെ പകുതി, ഒരു ചെറിയ സവാള, 7-8 അല്ലി വെളുത്തുള്ളി, 4 പച്ചമുളക്, ഒരു പിടി മല്ലിയിലയും പുതിനയിലയും. ഇതിൽ പച്ചമുളകിൻ്റെ എണ്ണം നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടിയോ കുറച്ചോ എടുക്കാം. ഇപ്പോൾ പച്ചമുളക് മാത്രമാണ് ഈ ഒരു റെസിപ്പിയിൽ എരിവിന് വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കുറയ്ക്കാം. എരിവ് അധികം ഉള്ളത് താല്പര്യപ്പെടില്ലല്ലോ. ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതിൽ പച്ചമുളകും സവാളയും വെളുത്തുള്ളിയും പുതിനയിലയും മല്ലിയിലയും നന്നായിട്ടൊരു പേസ്റ്റ് രൂപത്തിൽ സ്മൂത്ത് പേസ്റ്റായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ബ്ലെൻഡറിലിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഈ ഒരു പരുവത്തിൽ വേണം അരച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് അരച്ചത് മാറ്റി വയ്ക്കാം. പിന്നെ കുക്കർ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. പിന്നെ 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർക്കുക. അതൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 2 ഏലക്ക, 1 കഷ്ണം പട്ട, കറുവാപ്പട്ട, പിന്നെ 1 ബേ ലീഫ്, വഴനയില ചേർക്കാം. ഇതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ ഗ്രീൻ പേസ്റ്റ് ഒന്ന് അരച്ച് നന്നായി കുക്ക് ചെയ്തെടുക്കണം. എണ്ണ തെളിഞ്ഞ് വരുന്ന വരെ ഇത് നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനൊരു 5 മിനിറ്റോളം എടുക്കും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. കുറച്ച് എണ്ണയല്ലേ നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്ന് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കഷ്ണം തക്കാളി അരിഞ്ഞതാണ് ചേർക്കേണ്ടത്. ചെറിയ തക്കാളി ആണെന്നുണ്ടെങ്കിൽ ഒരു മുഴുവൻ തക്കാളി എടുക്കാം. എൻ്റേതിപ്പോൾ വലുതായതുകൊണ്ട് ഞാൻ ഒരു ഹാഫ് തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഇത് 1-2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്ത് വന്നാൽ മതിയാവും. തക്കാളി ഉടഞ്ഞു വരുമൊന്നും വേണ്ട. പിന്നെ നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന 1 കപ്പ് സോയാ ചങ്ക്സ് വെള്ളം ഊറ്റിയ ശേഷം ആഡ് ചെയ്യുക. 1 കപ്പ് കഴുകിയ ബസ്മതി റൈസും ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത ശേഷം ഇനി ഇതിലേക്ക് 2 ഇൻഗ്രീഡിയൻസും കൂടെ നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണും 1/2 ടീസ്പൂൺ ഗരം മസാലയും ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം 1 കപ്പ് ബസ്മതി അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള നിലയ്ക്ക് നമുക്ക് 2 കപ്പ് ചൂടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. ഇവിടെ ഞാൻ എടുത്തത് 1 കപ്പ് ബസ്മതി റൈസ് ആയതുകൊണ്ട് 2 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന അരിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് വെള്ളം എടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർത്ത ശേഷം ഞാൻ 1 പിടി ഫ്രോസൺ ഗ്രീൻ പീസ് ചേർക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല, ഞാൻ ചേർത്തുകൊണ്ട് മാത്രം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുക്കർ അടച്ച് ഒരു വിസിൽ വരുന്ന വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒറ്റ വിസിൽ മതിയാവും. ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെക്കുന്നത്. ഇതിപ്പോൾ വിസിൽ വന്നു കഴിഞ്ഞ് ഒരു 20 മിനിറ്റ് അനക്കാതെ വെച്ച ശേഷം ഞാൻ തുറന്നതാണ്. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അരിയൊന്നും അങ്ങനെ തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ ചോറ് വിട്ട് കിട്ടുന്ന രീതിയിൽ നന്നായി കുക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ റെസിപ്പിയാണ്.